42 വർഷമായി ചൂരൽമലക്കാർക്കും മുണ്ടക്കൈക്കാർക്കുമൊക്കെ ഉടുപ്പുകൾ തയ്ച്ചു നൽകിയിരുന്നത് ഈ പൊന്നയ്യൻ എന്ന പൊന്നേട്ടനാണ്. പൊന്നേട്ടൻ്റെ കടയാണിത്. കടയ്ക്കകത്ത് മുഴുവൻ ചെളിയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് വൃത്തിയാക്കിയത്. പക്ഷേ തയ്യൽ മെഷീനടക്കം എല്ലാം നശിച്ചു. അതുപോലെ തന്നെ വീട്ടിലും വലിയ നാശനഷ്ടമുണ്ടായി. എന്താണ് അന്ന് ഇവിടെ എന്തോന്ന് കിടന്നല്ലേ രാത്രി? എന്താ സംഭവിച്ചെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പുഴയിൽ നല്ല ഒരു വലിയൊരു മരങ്ങൾ വന്നപ്പോൾ മരം വീണ് 3 മണിക്കാണ് മരം വീണത്. അപ്പോൾ നമുക്ക് തോന്നി മഴ വീണ് ബ്ലോക്ക് ആകണ്ട എന്ന് വിചാരിച്ചു. മക്കളെ ഭാര്യയിൽ വിളിച്ച് പറഞ്ഞു നമുക്ക് ഇന്ന് ഇവിടെ കിടക്കാം എന്ന് പറഞ്ഞു. കടയിൽ വന്ന് കിടക്കാം. അങ്ങനെ കടയിൽ വന്ന് ഞങ്ങൾ ഒരു 10-11 മണി വരെ വർത്താനെല്ലാം പറഞ്ഞു. മഴ നിന്നില്ല. 11:30 ആയപ്പോൾ കിടക്കാം എന്ന് പറഞ്ഞപ്പോൾ ദോശ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. ആ ദോശയും കഴിച്ച് കിടക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ഞാനും വലിയ മോനൂടെ കിടന്നു. ഭാര്യയും ചെറിയൊന്നും കൂടി ഉള്ളിലും കിടന്നു. ഞങ്ങൾ ഉറക്കം വന്നിട്ടില്ല. ഇങ്ങനെ ഒന്ന് മയങ്ങി നിൽക്കുകയായിരുന്നു. 12:50 രാകേഷ് എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് വീടിൻ്റെ അടുത്തുള്ള അവരെന്നെ വിളിച്ചത് പറഞ്ഞു കൊണ്ടോട്ടോ പുഴയിൽ ഭയങ്കര വെള്ളമാണ്, മരങ്ങൾ വരുന്നുണ്ട് പറഞ്ഞു. ഞാൻ എണീറ്റോടെ നിന്നു. എണീറ്റ് നിന്ന് ചെക്കനെ വിളിച്ച കൊണ്ടത്തിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ പിന്നെ നല്ല മഴയാണ്, എന്തൊക്കെയോ പുറത്ത് സൗണ്ട് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല ഒന്നുമില്ല കിടക്കുക എന്നുണ്ട്. സെക്കൻഡ് വെച്ചിട്ട് എൻ്റെ ഷട്ടറിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ചെളി കൂടി കയറി ഷട്ടറിനുള്ളിൽ കൂടെ കല്ല് വന്ന് അടിക്കുന്നു, മരം അടിക്കുന്നു. ആകെ പിന്നെ വെള്ളങ്ങളിൽ പിടിച്ച് വളർത്തി. അങ്ങനെ ലാസ്റ്റ് ഒരു രക്ഷ വെള്ളം അങ്ങനെ കയറി. അപ്പോൾ എനിക്ക് തോന്നി എന്തൊരു പന്തുകേട്, എന്തൊരു വിഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതുവരെ ഈ കാലം വരെ 42 വർഷം ജോലി ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ബാക്കിൽ കൂടെ കയറി. ബാക്കിൽ കൂടെ പോകാമെന്ന് വെച്ചാൽ ബാക്ക് ആകെ ബ്ലോക്കായപ്പോൾ അങ്ങനെ മച്ചിലേക്ക് കയറി നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര മഴ. അങ്ങനെ ഞാൻ ഓടെടുത്തു, വൈഫ് ഓടെടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓടെടുത്ത് നോക്കുമ്പോൾ ലൈവായിട്ട് കാണുകയാണ് മരങ്ങളും കല്ലും ഒക്കെ വരുന്നത്. ഈ ഓട്ടോഷൊക്കെ പോകുന്നു. കംപ്ലീറ്റ് വീഡിയോ അടിച്ചു വെച്ച ഡ്രസ്സുകൾ, സുഹൃത്തുക്കളുടെ ഡ്രസ്സുകൾ, കാണാൻ പറ്റാത്ത ഡ്രസ്സുകളുണ്ടായിരുന്നു. ഫണ്ടുകൾ അടിച്ചു വെച്ചിട്ട് രാവിലെ കുറില്ല കഴിച്ച ഡ്രസ്സൊക്കെ പോയത് ആളും പോയി. എൻ്റെ സുഹൃത്തുക്കളെ കഴിച്ചു വെച്ചു. എങ്ങനെ നമ്മൾ അറ്റാക്കാകാണ്ടെങ്കിലും പിടിച്ച് നിൽക്കുന്നില്ല. എന്താ പോയി, സുഹൃത്തുക്കൾ പോയി, വീട് പോയി, കട പോയി. ഇനി ഇവിടെ എന്ത് ചെയ്യണമെന്നുള്ളൊരു പിടിയുമില്ല. അത്ര വിഷമത്തില്ല. ഇന്നലെ ഇത് ഉറങ്ങിയിട്ടില്ല. ചെയ്യാം. 42 വർഷമായി ഇതിൻ്റെ ഉള്ളിൽ. ഇതുവരെ അങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. എല്ലാം തകർന്നു. പത്ത് 20 വർഷമായിട്ട് ടൗണിൽ കടേൻ്റെ അടുത്ത് സ്ഥലം കിട്ടി പോകാനും വരാനൊക്കെ സുഖമാണല്ലോ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ ഒരു 8 സെൻറ്റ് സ്ഥലം എടുത്ത് പഞ്ചായത്തിൻ്റെ ലോണുണ്ടായിരുന്നു. ബാക്കി കുറികളും സ്വർണ്ണമൊക്കെ വെച്ചിട്ടാണ് ഈ വീട് ഉണ്ടാക്കിയൊരു 3 വർഷം കഴിഞ്ഞപ്പോൾ പുത്തുമല പൊട്ടിയപ്പോൾ നന്നായിട്ട് വെള്ളം കയറിയിരുന്നു. അതിൽ ഫർണിച്ചറും കാര്യങ്ങളും വാഷിംഗ് മെഷീൻ എല്ലാം കേടുവന്നിട്ട് പിന്നെ ഒക്കെ കഴുകിയെടുത്തു, റിപ്പയറൊക്കെ ചെയ്തു, ഒക്കെ ഒന്ന് റെഡിയാക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ വൈറ്റ് വാഷ് വരെ ഞങ്ങൾ ചെയ്തിട്ടില്ല. നോക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് മുകളിലേക്കൊരു റൂം എടുക്കണം. കുട്ടികൾ 2 ആൺകുട്ടികളല്ലേ. അപ്പം വീട്ടിൽ നിന്നൊക്കെ ആൾ വരുമ്പോൾ വിരുന്നാർ വരുമ്പോൾ ഒന്നും സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ 2 റൂം മുകളിലേക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്തിട്ട് ഒരുമിച്ച് വൈറ്റ് വാഷ് ചെയ്യാൻ പുട്ടി മാത്രം ഇട്ടിട്ടേ ഉള്ളായിരുന്നു. ഈ ഇവിടുത്തെ ഒരു ആൾക്കാർ എല്ലാം കസ്റ്റമേഴ്സ് മുഴുവൻ ഈ ഭാഗത്തുള്ളവരല്ലേ? ചൂരൽമല അത് എന്തായാലും അതിജീവിക്കണം. ഇത് കഴിഞ്ഞ് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. ജീവിതം ഇനിയും തുന്നി പിടിപ്പിക്കാൻ പൊന്നേട്ടന് വേണ്ടത് 2 തയ്യൽ മെഷീനാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പഴയതൊക്കെ തിരിച്ചു പിടിക്കാം. വീടും കടയൊക്കെ നഷ്ടപ്പെട്ടെങ്കിലും ഇനിയും മുന്നോട്ട് ജീവിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ്, ആ അതിജീവനത്തിനുള്ള ശ്രമത്തിലാണ് പൊന്നേട്ടനും ഭാര്യ ജിഷയും. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.